ഹലോ, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ആവണി എന്ന് പറഞ്ഞ സ്ഥലത്ത് രാമലിംഗേശ്വര ടെമ്പിളിലാണ്. അപ്പം നമുക്ക് ടെമ്പിൾ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഈ ക്ഷേത്രം കോലാറിൽ നിന്ന് ഏകദേശം 33 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് 90 കിലോമീറ്ററും ദൂരെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മോണുമെൻറ്റ്സിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഇവിടെ പ്രധാനമായിട്ടും 4 പ്രതിഷ്ഠകളാണുള്ളത്. അത് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. പിന്നെ ഉപപ്രതിഷ്ഠകളായിട്ട് വാലിയും സുഗ്രീവനും ഒക്കെ ഉണ്ട്. ഇത് ശത്രുഘ്നന്റെ ലക്ഷ്മണൻ 3 പേരുടെ ഇവിടെ തന്നെ അല്ലേ? 3 പേരുടെ അടുത്ത. അപ്പുറത്ത് ഭരതൻ. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള മലമുകളിലാണ് വാൽമീകി ആശ്രമം ഉണ്ടായിരുന്നത്. രാമനുമായി അകന്നു നിന്നപ്പോൾ സീതാദേവി താമസിച്ചിരുന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ടാണ് ലവകുശന്മാർക്ക് സീതാദേവി ജന്മം കൊടുത്തത് എന്നുമാണ് നമ്മുടെ ഐതിഹ്യം. പിന്നെന്തൊക്കെയോ വിക്കിപീഡിയ നോക്കിയല്ലോ, അതെന്തുവായിരുന്നു എന്ന് പറഞ്ഞേ? അത് ഇവിടെ ആശ്രമം ഇവിടെയല്ല, കുറച്ചുകൂടെ മുകളിലാണ്. അവിടെ ആയിട്ട് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ ആയിട്ട് വരും. ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അവിടെ ലവകുശന്മാരെ പ്രസവിച്ച റൂമുണ്ട് ഇവിടുത്തെ. പിന്നെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളില്ലാത്ത ഭാര്യമാർ ഇവിടെ വന്ന് ലക്ഷ്മണ തീർത്ഥം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. അതിൽ കുളിച്ച് ഈറനോടെ കോക്കനട്ടും പിന്നെ മറ്റ് പൂജാ സാധനവുമായിട്ട് ഒരു ദിവസം ആ റൂമിൽ തങ്ങണം. അങ്ങനെ തങ്ങിക്കഴിഞ്ഞാൽ ആഗ്രഹം നടക്കുമെന്നാണ് വിക്കിപീഡിയയിൽ കണ്ടത്. വിക്കിപീഡിയ അല്ലാതെ എനിക്ക് എവിടെ നിന്ന് അറിയാവുന്നേ. നമുക്കൊന്ന് ചുറ്റി കണ്ടാലോ? പിന്നെ എടുത്തു പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ വളരെ മനോഹരമായ ആർക്കിടെക്ചറൽ വർക്ക്സാണ്. പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കൊത്തുപണികളൊക്കെയാണ് കൂടുതലും. ഏകദേശം 10-ാം നൂറ്റാണ്ടിൽ നൊളമ്പ രാജവംശത്തിൽപ്പെട്ട അധികാരികളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പ്രോപ്പർ സീതാദേവി ടെമ്പിൾ ഇതല്ല, അത് ആ ഹിൽ ടോപ്പിലാണ്. ഇവിടെ ഭരതേശ്വരൻ, ലക്ഷ്മണേശ്വര, രാമേശ്വര, ശത്രുഘ്നേശ്വര, അത് നമ്മുടെ രാമന്റെ സിബ്ലിങ്സിന് വേണ്ടിയുള്ള അമ്പലങ്ങളാണ് ഇവിടെ. ഇത് ഭരതേശ്വര, ഭരതന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ടെമ്പിളാണ്. അതുപോലെ അങ്ങനെ എല്ലാവരുടെയും ഉണ്ട് അല്ലേ? അങ്ങനെ എല്ലാവരുടെയും ഉണ്ട്. പിന്നെ വേറെ 3 കുട്ടി കുട്ടി ദൈവങ്ങളും ഉണ്ട്. ആൾക്കാർക്ക് രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇവിടെ ചെറിയ ചെറിയ അമ്പലമുണ്ട്. ഇത് വാലിയും സുഗ്രീവനും ഞാൻ മുമ്പ് ഒരു ലക്ഷ്മണ തീർത്ഥ കുളത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അത് മിക്കവാറും ഇതായിരിക്കും. അവിടെ കുറച്ച് പെൺപിള്ളേരൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ലൈറ്റായിട്ടൊന്നും എടുത്തിട്ട് വരാം. അങ്ങോട്ട് പോകണ്ടല്ലേ? ഇത് നമ്മുടെ മറ്റേ നാട്ടില് ഇതില്ലേ അമ്മു, ഈ കാളയൊക്കെ വലിക്കത്തില്ലേ, അതുപോലത്തെ എന്തോ രഥമില്ലേ അതാ. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ ആവണിപേട്ട, നമ്മുടെ വാൽമീകിയുടെ ആശ്രമം. ഇതിന് മുകളിലാണ്. ഇവിടെയൊക്കെ രാവിലെ വരേണ്ടതാ. ഇതിപ്പം നട്ടുച്ച 1 മണിയായി. നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. അപ്പം വേറൊരു ദിവസം രാവിലെ പോയി നമുക്ക് അവിടെ ഒന്ന് കവർ ചെയ്യാം. ഇതാണ് എൻട്രൻസ്.
ഇവിടെ നല്ല പടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പടി കയറി അവിടെ വരെ എത്തിയിട്ട്. വെയിൽ കൊള്ളാൻ വയ്യ. കണ്ടോ എല്ലാവരും കേട്ടോ എന്താ പറഞ്ഞേ? എനിക്ക് വെയിൽ കൊള്ളാൻ വയ്യ. ട്രക്കിങ്ങിന് വന്ന ആളുകളും വെയിൽ കൊള്ളാൻ വയ്യ. അതൊക്കെ രാവിലെ വരണം, ഈ നട്ടുച്ചയ്ക്കല്ല വരണ്ട. 1 മണിയാണ് എനിക്ക് കേട്ടത്.